പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് വീഡിയോ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെ അറിയാത്ത ഒരു രഹസ്യത്തെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കണം, ഇഷ്ടപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പിന്മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളും നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. ആ വ്യക്തിയുടെ പിറകെ എപ്പോഴും സഞ്ചരിച്ച് ആ വ്യക്തിയുടെ സ്നേഹം പിടിച്ചു പറ്റാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും അത് സാധിക്കുന്നില്ല. നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ നിങ്ങളേറ്റവും കൂടുതൽ പിന്തുടർന്നു പോകുമ്പോൾ എപ്പോഴും ഫോണുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സന്ദേശങ്ങളിലൂടെയോ ഒക്കെ ആ വ്യക്തിയെ എപ്പോഴും ആ വ്യക്തിയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും ആ വ്യക്തി അകലുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് മാറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും അത് സാധിക്കുന്നില്ല. ആ വ്യക്തി കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് അടുക്കുമ്പോൾ നിങ്ങളെ അവഗണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കുന്നു. മാനസികമായും മറ്റുമൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ സൃഷ്ടിക്കുന്നതിനത് കാരണമാകുന്നു. ഓരോ ദിവസവും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഒരാൾക്ക് സ്വാധീനം ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നത്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളെക്കുറിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ആ വ്യക്തി പുറമേ കാണിക്കുന്നില്ല. ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നൽകാൻ ആ വ്യക്തി യഥാർത്ഥത്തിൽ തയ്യാറാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് പുറകെ നടക്കുമ്പോൾ ഉള്ളിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ആത്മവിശ്വാസം ഉണ്ടാകുന്നില്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് തൻ്റെ ശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി, എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അടുക്കാൻ കഴിയാത്തത്. അത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കേണ്ടതാണ്. ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള തോന്നൽ, ശ്രമങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ള തോന്നൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് മറ്റവകാശികളുണ്ടാകുന്നു. നിങ്ങളുടെ വ്യക്തി മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നു. അതൊക്കെ നിങ്ങളെ മാനസികമായിട്ട് ദുഃഖിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യം ആ വ്യക്തി എപ്പോഴും പറയുമ്പോഴും അവർ നല്ലതാണെന്നും അവരുമായി കൂടുതൽ അടുത്ത് പെരുമാറുമ്പോഴും ഒക്കെ നിങ്ങളുടെ മനസ്സ് പിടയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കണം, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് വരികയാണ്. നിങ്ങൾ ഓരോ ശ്രമങ്ങൾ നടത്തുമ്പോഴും ആ വ്യക്തി കൂടുതൽ ദേഷ്യം കാണിക്കുകയും നിങ്ങളുമായി സംസാരിക്കാൻ ഇഷ്ടമില്ല എന്ന് അറിയിക്കുകയൊക്കെ ചെയ്യുകയാണ്. അത് കേൾക്കുമ്പോഴും അതറിയുമ്പോഴും നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് നിങ്ങൾക്ക് ഇനിയൊരു അവസരം ഇല്ല. നിങ്ങളുടെ വ്യക്തിയുമായി ചേർന്ന് നിങ്ങളുടെ വ്യക്തിയുമായി സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കിനൊരു അവസരമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളറിയാത്തൊരു രഹസ്യം എന്ന് പറയുന്നത് ഓരോ നിമിഷവും നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കുന്നുണ്ട്. നിങ്ങൾ പരാജയപ്പെട്ട ശ്രമങ്ങളാണ്, തകർന്നടിഞ്ഞ ശ്രമങ്ങളാണ് എന്ന് പറയുന്ന അവസ്ഥ, എന്ന് പറയുന്ന കാര്യം, അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കുന്നതാണ്.
നിങ്ങൾക്ക് അനുകൂലമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ആ വ്യക്തി കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, കൂടുതൽ നിങ്ങളെ ആയിട്ട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാകാത്ത രീതിയിൽ തന്നെയാണ് ആ വ്യക്തിയുടെ പെരുമാറ്റം. ആ വ്യക്തി മനഃപൂർവ്വം നിങ്ങളെ അവഗണിക്കുമ്പോൾ, ആ വ്യക്തി മനഃപൂർവ്വം നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതിരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾ കരുതുന്നത് ആ വ്യക്തി നിങ്ങളെ വെറുക്കുകയാണ്. മുൻപ് തൻ്റെ ശ്രമങ്ങളെല്ലാം പാളിയിരിക്കുന്നു, താൻ ഇങ്ങനെയല്ലായിരുന്നു അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലിരിക്കുന്ന, അല്ലെങ്കിൽ കാര്യമായ ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാതിരിക്കുന്ന ഈ ബന്ധം യഥാർത്ഥത്തിൽ ദൃഢമാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാകും. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായി ചേർന്ന് മുന്നോട്ട് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ചെറിയ ഒരു ശ്രമം മതി ഇനി ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ. നിങ്ങളൊന്ന് പരാജയപ്പെടുമ്പോൾ പിന്മാറിപ്പോകുന്ന മനസ്സ് കാണിക്കാതെ ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കുക. ആ വ്യക്തി നിങ്ങളുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളെ അവഗണിക്കാൻ ആ വ്യക്തി ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളാണുള്ളത്. നിങ്ങളെ കൂടാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളെ കരുതി, നിങ്ങളെ ഇഷ്ടപ്പെട്ട്, നിങ്ങളെ സ്നേഹിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, നിങ്ങൾക്കൊപ്പം വർത്തിച്ചുകൊണ്ട് നിൽക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടുകയില്ല, ഒരിക്കലും നിങ്ങൾക്ക് പരാജയം ഉണ്ടാകുകയില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം, ഇഷ്ടം ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ വ്യക്തി നോക്കി നിൽക്കുകയാണ് നിങ്ങളുടെ ശ്രമങ്ങളെ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വ്യക്തി വെറുപ്പോടെയാണ് നിങ്ങളുടെ ശ്രമങ്ങളെ കാണുന്നത്. നിങ്ങൾ വീണ്ടും അപ്രോച്ച് ചെയ്യാൻ കൊതിച്ചു നിൽക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ വ്യക്തി അങ്ങനെ കൊതിച്ചു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് തീർത്താൽ തീരാത്തത്ര സ്നേഹമുണ്ട്. നിങ്ങളൊന്ന് മുന്നോട്ട് പോകൂ. നിങ്ങൾ എന്ത് ആ വ്യക്തി പറഞ്ഞാലും തനിക്കത് പ്രശ്നമല്ല, എന്താ വ്യക്തി പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല എന്ന രീതിയിൽ നിങ്ങളൊന്ന് മുന്നോട്ട് പോകും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് വലിയ ഒരു മാറ്റമായിട്ട് മാറും, വലിയൊരു ശക്തിയായിട്ട് മാറും. നിങ്ങളത് പരീക്ഷിക്കുക. നിങ്ങൾക്കതിൽ വിജയം കാണാൻ കഴിയും. നിങ്ങൾക്കതിൽ ഒരു ശക്തി ലഭിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.